ആമുഖമായി തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചു തുടങ്ങാം. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യം ഈ സുദീർഘമായ ഹംദ്, ഇത്രയും നീളമുള്ള ഹംദ്, ഇയാളൊരു പഴയ പ്രസംഗകനാണല്ലോ, ഇത്രയൊന്നും കേട്ടിരിക്കേണ്ടതില്ലല്ലോ, അല്ലെങ്കിൽ പുതിയ ട്രെൻഡ് എങ്ങനെയാണ്. അപ്പോൾ അത് തിരുത്തിക്കൊണ്ട് തന്നെ തുടങ്ങണം. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ഒരു ദഅ്വാ സിസ്റ്റത്തിൻ്റെ ഒരു പുതിയ സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ വളരെ ഷോർട്ട് ടൈമിൽ ഉള്ളത് പറഞ്ഞിട്ട് വേഗം അങ്ങോട്ട് പോക്കോണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹംദും സ്വലാത്തൊക്കെ ചെല്ലിയാൽ എങ്ങനെയായിരുന്നാലൊരു 3 മിനിറ്റ് അതിന് ചിലവഴിയും. അപ്പോൾ ഈ ഹംദ് കട്ട് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ളതൊക്കെ കുറേശ്ശെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുള്ളതൊക്കെ ക്രീമായിട്ട് കയ്യിൽ കിട്ടാവുന്നൊരു ട്രെൻഡ് നമ്മളറിയാതെ രൂപപ്പെട്ട് വരുന്നുണ്ട്. അവിടെ ശരിക്കും വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം, പക്ഷെ അതിലൂടെ നഷ്ടപ്പെടുന്നത് ഹംദ് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ ബർക്കത്തുണ്ട്. അതിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകമായ പരിഗണന പടച്ചവൻ്റെ അടുക്കൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ഹംദിന് ശേഷം നമ്മൾ നടത്തുന്ന സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് നമ്മൾ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ബർക്കത്തും അതിന് കിട്ടുന്ന ചില പ്രത്യേകതകളും ആ സദസ്സിന് കിട്ടുന്ന സ്വീകാര്യതയൊക്കെ ഉണ്ട് റബ്ബിൻ്റെ അടുക്കൽ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സ് അല്ലെങ്കിൽ ഒരു പ്രസംഗം ആരംഭിക്കുമ്പോൾ അതിൽ ഉണ്ടായിരിക്കേണ്ട ചില സംഗതികളെ പഠിപ്പിച്ചു തന്നു. അതിന് ഖുതുബത്തുൽ ഹാജ എന്നാണ് അതിന് പറയുന്നത്. റസൂല് തന്നെ പഠിപ്പിച്ചു തരാണ് എങ്ങനെയാണ് ഒരു പ്രസംഗത്തിൽ, പ്രഭാഷണത്തിൽ അതിന് അനിവാര്യമായും പറയേണ്ട സംഗതികൾ എന്ന് റസൂലുള്ളാഹി. നിങ്ങൾക്കതൊരു പിശുക്ക് സ്വലാത്ത് ചെല്ലാൻ, അങ്ങനെയൊക്കെ ചില ആളുകൾക്ക് ഒരു പിശുക്ക് വരികയാണ്. എന്തിനാ നമുക്ക് സ്വലാത്ത് ചെല്ലാൻ? ലോകത്ത് ഏറ്റവും വലിയ ബഖീൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവനാണ് ഏറ്റവും വലിയ ബഖീൽ, പിശുക്കൻ എൻ്റെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതിനൊന്നും മടി വേണ്ട, നമ്മുടെ സ്റ്റാറ്റസ് ഒന്നും നഷ്ടപ്പെടില്ല, നമുക്ക് സ്റ്റാറ്റസ് കൂടെ ഉള്ളൂ. അപ്പോൾ സ്വലാത്ത് ചൊല്ലുന്നതിനും ഹംദ് പറയുന്നതിനും ഒക്കെ ചില പ്രത്യേകമായ സവിശേഷതകളുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി തന്നെ നമുക്കത് പഠിപ്പിച്ചു തന്നു. ഒരു ഖുതുബത്തുൽ ഹാജ ഇങ്ങനെ ആയിരിക്കണം, ഏതൊരു പ്രസംഗത്തിലും ഈ കണ്ടന്റുകൾ വന്നിരിക്കണം. അത് റസൂലുള്ളാഹി നമുക്ക് അവരുടെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തന്നു. അപ്പോൾ ആരും മോശം ധരിക്കാതിരിക്കാനാണ് ആദ്യം ഞാൻ ഈ സംഗതി പറഞ്ഞത്. എന്നുവെച്ചാൽ ഇത്രയൊക്കെ വലിക്കേണ്ടതുണ്ടോ? ഫസ്റ്റ് ഹംദും സ്വലാത്തൊക്കെ ഇത്ര നീട്ടേണ്ടതുണ്ടോ എന്ന് ഒരു നല്ല കാര്യത്തെക്കുറിച്ചൊരു തെറ്റായ ധാരണ ഒരിക്കലും നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടുകൂടാ എന്നുള്ളത് കൊണ്ടാണ് ആമുഖമായി ആ സംഗതി സൂചിപ്പിച്ചത്.